സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മുന്തീറിന് ഒത്തിരി ചോദിക്കാണെന്നിരിക്കാം. മുന്തീറാണല്ലോ, ഞാൻ മുന്തീറിലേക്കൊന്ന് പോയിട്ട് വീണ്ടും ഇങ്ങനെ കയറി വരും ഞാൻ. അല്ല മുന്തീർ അല്ല അന്നൊക്കെ കണ്ടന്റ് തന്നെ എനിക്ക്. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. അല്ലല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ? നീ എന്തിനാ വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് ഇവിടുത്തെ. ചില്ലി ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടേ ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്പുട്ട് പൊട്ടിയ പോലെ. എത്ര തരാ? ഓക്കെ, ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇൻഫ്ലുവൻസർക്ക് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകമൊന്നുമല്ല. അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ. നിങ്ങൾ നേരത്തെ ചോദിച്ചു, അന്ന് എനിക്കിതൊക്കെ അറിയാം. അല്ല നേരത്തെ താങ്കൾ പറഞ്ഞു. ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല, നിങ്ങൾ നേരത്തെ തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോ ഞാൻ ഫുള്ള് കേട്ടു. പറയാം, കേട്ടില്ലേ? ഞാൻ ചോദിച്ചത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ, അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ? ഇതാണ് ഞാൻ ചോദിച്ചത്. കാശുണ്ടാക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിരുന്നത് അജ്മലാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്ക് കൗതുക ലേശം കൂടുതലാണ്. കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്കറിയുണ്ട്. ഇൻഫ്ലുവൻസർ എന്താന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കുകയല്ല. ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് എന്താണ് പഠിപ്പിച്ചു തരേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും, അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസർ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജ്മൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം, ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ? അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം. ഓക്കെ, അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ? നിങ്ങൾ എനിക്കിപ്പോൾ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല. എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇനി ഈ കാര്യത്തിന് എനിക്ക് മറുപടി ചെയ്യാൻ താല്പര്യമില്ല. അറിയാമോ ചോദ്യം എന്ന് പറയുന്നത് എന്താ? നമ്മളെന്താണെന്നറിയാമോ? ഒരു മിനിറ്റ്, ഇതൊരു സംവാദമോ ഇതോ ഒന്നുമല്ല. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ട് പറയുന്നത്. ഒരിക്കലുമല്ല. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അജ്മൽ പറഞ്ഞ കാര്യം തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെ പുറത്ത് തല്ലി. അല്ലല്ല, അങ്ങനല്ല, എല്ലാ കൺസെപ്റ്റും അങ്ങനെയല്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ്. എനിക്ക് പ്രശ്നമില്ല, എല്ലാവരുടെ കൺസെപ്റ്റും അങ്ങനെയാണെന്നുള്ളതല്ല. അതാ പറഞ്ഞേ. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്, അയാളുടെ കൺസെപ്റ്റ് അതാണ്. നിങ്ങൾ പറഞ്ഞ എന്താ, യു എയിൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അവൻ, ഇവിടെ നിങ്ങളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഫോളോവേഴ്സിന്റെ എണ്ണത്തിലല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അയാൾ ചെയ്യുന്ന വർക്കില് 100% കൊമേഴ്ഷ്യൽ ആയിട്ട് മാത്രം. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി. ഞാൻ പോകുന്നു. ബൈ ബൈ.